ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിൻ്റെ സമകാലികനായൊരു പണ്ഡിത വ്യാപാരി തൻ്റെ ദാനധർമ്മത്തിന് സൂഫികളായ ദരിദ്രരെ തിരഞ്ഞെടുക്കുമായിരുന്നു. അഥവാ ഇൽമ് പഠിപ്പിക്കുന്നവർ, പള്ളിയുമായി ബന്ധപ്പെടുന്നവർ, അങ്ങനെയുള്ളവരെ സാമ്പത്തികമായൊക്കെ സഹായിക്കും. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, എല്ലാ ജനവിഭാഗങ്ങൾക്കും കൊടുത്തിരുന്നെങ്കിൽ അതാണല്ലോ ഏറ്റവും ഉത്തമം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ല, അള്ളാഹുവിനെ മാത്രം ലക്ഷ്യം വെച്ച ഒരു ജനവിഭാഗമാണവർ. ജീവിതാവശ്യങ്ങൾ അവരെ അലട്ടാൻ ഇടവന്നാൽ അതവരുടെ ചിന്തയെ ചിതറിച്ചു കളയും. അതുകൊണ്ട് അവരിൽ ഒരാളെ സഹായിച്ചുകൊണ്ട് അയാളുടെ ചിന്തയെ അള്ളാഹുവിലേക്ക് തിരിച്ചുവിടുന്നതാണ് ഭൗതിക ചിന്തയുള്ള 1000 പേർക്ക് നൽകുന്നതിനേക്കാൾ എനിക്കിഷ്ടം. ഇതറിഞ്ഞപ്പോൾ ജുനൈദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് സന്തോഷപൂർവ്വം പറഞ്ഞു, ഇദ്ദേഹം അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽപ്പെട്ട ഒരാളാണ്. വളരെ കാലമായിട്ട് ഇത്രയും മെച്ചപ്പെട്ട ഒരു സംസാരം ഞാൻ കേട്ടിട്ടില്ല. പിന്നീട് അദ്ദേഹത്തിന് സാമ്പത്തിക തകർച്ച സംഭവിച്ച് കട ഉപേക്ഷിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ ജുനൈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കച്ചവടം നിങ്ങൾ നിർത്തേണ്ടതില്ല. നിങ്ങൾ കച്ചവടം തുടരാൻ വേണ്ട സാമ്പത്തിക സഹായങ്ങൾ ഞാൻ നൽകുന്നതാണ്. താങ്കളെപ്പോലെയുള്ളവർക്ക് കച്ചവടം ദോഷം വരുത്തുകയില്ല. ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനയാണ് മതവിജ്ഞാന സേവനം, അഥവാ ഇൽമ് പഠിക്കുക, പഠിപ്പിക്കുക, പ്രസംഗിക്കുക എന്നതൊക്കെ. മതാധ്യാപനത്തിലോ അധ്യയനത്തിലോ വ്യാപൃതരായവർക്ക് നൽകുന്ന ധർമ്മം ഈ അത്യുത്കൃഷ്ടമായ ആരാധനയ്ക്ക് നൽകുന്ന ദാനമാണ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു തൻ്റെ ദാനങ്ങൾക്ക് മതപണ്ഡിതന്മാരെ, ഉസ്താദുമാരെ തിരഞ്ഞെടുക്കുമായിരുന്നു. ഇത് ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, പ്രവാചകത്വ പദവിക്ക് ശേഷം പണ്ഡിത പദവിയേക്കാൾ ഉത്തമമായ ഒരു സ്ഥാനം ഞാൻ കണ്ടിട്ടില്ല. പണ്ഡിതരിൽ വല്ലൊരാളുടെയും മനസ്സ് തൻ്റെ ജീവിതാവശ്യത്തിൽ വ്യാപൃതമായാൽ ഏകാഗ്ര മനസ്സോടെ പഠിക്കാനോ പഠിപ്പിക്കുവാനോ ഒഴിഞ്ഞിരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കില്ല. അതുകൊണ്ട് വേണ്ട സഹായം നൽകി മതപണ്ഡിതന്മാരെ മതവിജ്ഞാന സേവനത്തിന് ഒഴിവാക്കി നിർത്തുന്നതാണ് എൻ്റെ വീക്ഷണത്തിൽ ഏറ്റവും ഉത്തമം. ഈ മറുപടിയാണ് അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഉസ്താദുമാർ കേവലം 2 പുസ്തകം വായിച്ച് ടെസ്റ്റ് എഴുതി ഈ സേവന രംഗത്തേക്ക് വന്നവരല്ല. അവർ സുദീർഘകാലം ഒരു ഗുരുവിൻ്റെ മുന്നിലിരുന്ന് മതഗ്രന്ഥങ്ങളെ ആധികാരികമായി പഠിച്ചവരാണവർ. മറ്റ് സമ്പാദ്യ മേഖലകളിലേക്ക് കടന്നുപോകാൻ കഴിവുണ്ടായിട്ടും സാധ്യതകളുണ്ടായിട്ടും ഇൽമിനെ സ്നേഹിച്ചുകൊണ്ട് അവർ മദ്രസ തലങ്ങളിൽ സമൂഹത്തിനു വേണ്ടി വലിയ സേവനമനുഷ്ഠിക്കുന്നു.